ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സേഫീസ് ഡ്രസ് സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു പാർട്ടി വെയർ ഫ്രോക്കിന്റെ ഡിസൈനാണ് കാണിക്കുന്നത്. ഇതിപ്പോൾ 1.5-2 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏജിൽ, ചെറിയൊരു കുട്ടിയുടെ ഏജിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുക എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമ്മൾ ഈ ഒരു ഫ്രോക്കിന്റെ യോക്ക് പാർട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ യോക്ക് പാർട്ടിനായിട്ട് ഞാനൊരു ജീൻസിന്റെ മെറ്റീരിയലാണ് കേട്ടോ, ഡെനിമിന്റെ മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഞാൻ ഇതോടെ 4ആയിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുകയാണ്. ഇതിന്റെ മേൽവശത്തായിട്ട് ഒരു ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഒരു മേൽവശം കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഷോൾഡർ മാർക്ക് ചെയ്യാം. 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുക്കുന്നത്. ഇപ്പോൾ 2.5 വയസ്സുള്ള ഒരു കുട്ടിയുടെ ഏജിലാണ്, 2.5-3 വയസ്സിന്റെ ഏജിലാണ് ചെയ്യുന്നത്. 4.5 ഇഞ്ചാണ് ഷോൾഡർ എടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുന്ന് താഴേക്ക് ആം ഹോൾ ഒന്ന് അടയാളപ്പെടുത്താം. അപ്പോൾ 4.5 ഇഞ്ച് തന്നെയാണ് ആം ഹോളും എടുക്കുന്നത്. അത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി ചെസ്റ്റിന്റെ മെഷർമെന്റ്സ് ആണ്. ചെസ്റ്റ് 7.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ കുട്ടികളുടെ സൈസിനനുസരിച്ചിട്ട് ചെസ്റ്റ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇനി നമുക്ക് യോക്ക് പാർട്ടിന്റെ ലെങ്ത് എടുക്കാം. അപ്പോൾ ഞാനിവിടെ 8.5 ഇഞ്ചാണ് കേട്ടോ യോക്ക് പാർട്ടിനുള്ള ലെങ്ത് എടുക്കുന്നത്. ഓരോ ഫ്രോക്കിനും ഓരോ സ്റ്റൈലിനനുസരിച്ചിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഈ ഒരു ലൈനിലായിട്ട് നമുക്ക് ഇതിന്റെ വേസ്റ്റൂടെ മാർക്ക് ചെയ്ത് കൊടുക്കാം. 8 ഇഞ്ച് തന്നെയാണ് വേസ്റ്റിനായിട്ടും എടുക്കുന്നത്. നമുക്ക് ഈ 2 പോയിന്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇവിടെ ഒന്ന് ഷേപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് വരച്ചു കൊടുക്കാൻ കൂടെ വേണം. ഒരു 1/2-1/4 ഇഞ്ച് ഒന്നിങ്ങനെ സ്ലോപ്പ് ചെയ്തിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് എടുത്താൽ മതി. നമുക്കിതിന്റെ ആം ഹോളും ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ട് വരച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ നെക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 1.25 ഇഞ്ചാണ് ഞാൻ നെക്കിന്റെ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. ഈ നെക്കിന്റെ ലെങ്ത് ഫ്രണ്ട് നെക്കിൻ്റെത് 2.5 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ ഒന്ന് നമ്മൾ നേരത്തെ ആം ഹോൾ വരച്ചതുപോലെ ഒന്ന് കർവ് ചെയ്തിട്ട് വരച്ചെടുക്കുക. ബാക്ക് നെക്ക് ഫ്രണ്ട് നെക്കിനേക്കാൾ ഒരു ഇഞ്ച് കുറച്ചിട്ടാണ് എടുക്കുന്നത്. ചെറിയൊരു ഷോൾഡർ സ്ലോപ്പും കൊടുക്കാം. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്ക് വശം ഒന്ന് സെന്ററിൽ കട്ട് ചെയ്ത് കൊടുക്കണം. ബാക്കിൽ ഇവിടെ ബട്ടൺസ് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. ഇതിനായിട്ടൊരു പ്ലാക്കറ്റ് ഒക്കെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ സ്കേർട്ട് പാർട്ടിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പീസാണ് മേൽവശത്തേക്ക് വരുന്നത്, ഏറ്റവും മേലെ ടോപ്പ് ലെയർ ആയിട്ട് വരുന്നത്. അതായത് നെറ്റിൽ ഈ ഒരു ഗിൽറ്റ് വർക്ക് വരുന്ന ഒരു ഫാബ്രിക് ആണ്. അപ്പോൾ അത് 2 പീസ്, അതായത് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും 2 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് താഴേക്ക് ലൈനിങ് ആയിട്ട് ആദ്യം സാറ്റിന്റെ ലൈനിങ്ങും അതിനുശേഷം കോട്ടന്റെ ലൈനിങ്ങാണ് ഏറ്റവും താഴേക്ക് യൂസ് ചെയ്യുന്നത്. അതും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനിതിവിടെ ഈ ഒരു ഏറ്റവും മേലത്തെ ലെയർ എടുത്തിട്ടുള്ളത് 11 ഇഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത്. അതിന് താഴേക്കുള്ള ഈ ഒരു സാറ്റിന് അതിന് 1.5 ഇഞ്ച് കുറച്ചിട്ട് 9.5 ഇഞ്ച് 9.5-9.25 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടി കൊടുത്തിട്ടുണ്ട്, അത് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഈ ഒരു കോട്ടന്റെ ലൈനിങ് ഇതും ഒരു 9 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്കിതിന്റെ സ്റ്റിച്ചിങ്ങിലേക്ക് നോക്കാം. നമ്മൾ ആദ്യം ബാക്ക് വശാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ബാക്ക് പാർട്ടിൽ ബട്ടൺസ് വെക്കാനുള്ള ബ്ലാക്കറ്റ് റെഡിയാക്കി എടുക്കണം. ഞാനിവിടെ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഒന്ന് വരുന്നത് 3 ഇഞ്ചാണ് വീതി വരുന്നത്, ഇത് 2 ഇഞ്ചാണ് വീതി വരുന്നത്. അതുപോലെ ഈ ഒരു ലെങ്ത് എത്രയാണോ ആ ലെങ്ത്തിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്താൽ മതി. ഈ 2 ഇഞ്ച് വരുന്ന ഈ 2 പീസും നമ്മൾ ഇതുപോലെ ഓരോ വശത്തൊന്ന് ചേർത്ത് വെച്ചിട്ട് ഈ ഒരു എൻഡിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്കൊന്ന് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഈ 2 ഇഞ്ച് വരുന്ന പാർട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ അടിഭാഗത്തേക്കായിട്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാണ്. ഈ 3 ഇഞ്ച് സ്റ്റിച്ച് ചെയ്യുന്ന പാർട്ട് ഇതുപോലെ ഒരു ഇഞ്ച് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലാണ്, ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം ഈ ഒരു വശമാണ് ചെയ്തെടുക്കുന്നത്. അതായത് നമ്മൾ 3 ഇഞ്ച് വീതിക്കുള്ള ഈ ഒരു കട്ട് ചെയ്ത പീസില്ലേ അത് വെക്കുന്ന ഒരു വശം.
അപ്പം അത് ഈ 2 പീസ് ഇതുപോലെ ഒന്ന് വെച്ചിട്ട് ഈ ഒരു എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഒരു പീസിന്റെ വശം ഇതുപോലെ ചെറുതായിട്ടൊന്ന് ഒരു 1/4 ഇഞ്ച് വീതിയിൽ മടക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിന്റെ മേലേക്കായിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഈ ഒരു എൻഡിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അത് ഞാനിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ഇഞ്ചോളം പുറത്തേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റേ പീസും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു സൈഡ് ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഈ ഒരു വശം നമ്മൾ ഇതുപോലെ ഒന്ന് എൻഡ് മടക്കിയതിന് ശേഷം പൂർണ്ണമായിട്ട് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ പുറത്തേക്ക് ഇരുന്ന് സ്റ്റിച്ച് ചെയ്തിരുന്നത്, ഇതിപ്പോൾ കംപ്ലീറ്റ് ഇതിന്റെ അടിവശത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അത് 2 വശം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാർട്ട് നമ്മൾ ഇതിന്റെ മേലേക്ക് ആക്കിയിട്ട് ഇതുപോലെയാണ് വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടാണ് ഇവിടെ ബട്ടൺസ് വെച്ച് കൊടുക്കുന്നതും മേൽവശത്ത് പ്ലാക്കറ്റും താഴ്വശത്തായിട്ട് ബട്ടൺസ് ആണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതൊക്കെ അവസാനമാണ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്ക് ഇതിന്റെ ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് ഈ ഒരു ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. ഞാനിവിടെ 2 ഷോൾഡറും യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ നെക്കും ആം ഹോളൊക്കെ ഒന്ന് ഒരു ക്രോസ് പീസ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കണം. ഞാനിവിടെ 3 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു 1 ഇഞ്ച് വീതിയിൽ 3 ക്രോസ് പീസ് കട്ട് ചെയ്തെടുത്തതാണ്. നമുക്ക് ഇതിന്റെ നെക്കൊന്ന് കവർ ചെയ്തെടുക്കാം. അപ്പം അതിനായിട്ട് ഞാൻ ഈ ക്രോസ് പീസിന്റെ നല്ല വശം ഇതിന്റെ ടോപ്പിന് നല്ല വശം ചേർന്ന് വരുന്ന രീതിയിൽ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. കുറച്ചൊരു എൻഡിൽ കുറച്ച് എക്സ്ട്രാ പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഈ ഉൾവശത്തേക്ക് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു എൻഡിലൂടെ നെക്കിന്റെ ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ ഈ ഒരു നെക്ക് പാർട്ടിൽ ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കണം. ഇതൊന്ന് ഉൾവശത്തേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആദ്യം ഒരു ഫോൾഡ് മടക്കി അതിനുശേഷം ഇങ്ങനെ താഴ്വശത്തേക്കായിട്ട് മടക്കിയിട്ട് അതുപോലെ ഒന്ന് ചുറ്റും സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത് ഞാനിവിടെ ഈ ഒരു നെക്കിന്റെ വശം അതുപോലെ തന്നെ 2 ആം ഹോളും ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിന്റെ സ്കേർട്ട് പാർട്ടാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്കതൊന്ന് പീസുകളൊക്കെ ഒന്ന് ഫ്ലയേഴ്സ് ഇട്ടിട്ട് എടുക്കാം. അപ്പോൾ ആദ്യം ലൈനിങ് പീസാണ് എടുത്തിട്ടുള്ളത്. ലൈനിങ്ങിന്റെ ബാക്കും ഫ്രണ്ടും എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡുകളും ഒന്നാദ്യം യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇത് ചെറിയ ചെറിയ ഫ്ലയേഴ്സ് ഇട്ടിട്ട് എടുക്കുകയാണ്. ആ ഫ്ലയേഴ്സ് നമുക്ക് ഇങ്ങനെ കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലയേഴ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ല ഗ്യാതറിംഗ് ഫൂട്ട് അല്ലെങ്കിൽ റഫർ ഫൂട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ഫൂട്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മുടെ സൗകര്യം വെച്ചാൽ അതിനനുസരിച്ചിട്ട് ഫ്രിൽസ് ഇട്ട് എടുക്കാവുന്നതാണ്. ഞാൻ 3 പീസും ഇതുപോലെ തന്നെ സൈഡ് യോജിപ്പിച്ചതിന് ശേഷം ഒന്ന് ഫ്രിൽസ് ഇട്ട് എടുക്കുകയാണ്. ഞാനിവിടെ ഈ ഒരു 3 ലെയറും ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കേർട്ട് പാർട്ടിനുള്ള ടോപ്പ് ലെയർ ആയിട്ട് വരുന്ന നെറ്റും അതിന് താഴേക്കുള്ള സാറ്റിനും ഏറ്റവും താഴായിട്ട് വരുന്ന ഈ ഒരു കോട്ടന്റെ ലൈനിങ്ങും ഇതുപോലെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഈ ഫ്രിൽസ് ഇടുന്ന ഇതിന്റെ ഒരു വീതി വരുന്നത് നമ്മുടെ യോക്ക് പാർട്ടിന്റെ എത്രയാണോ അതിന്റെ വേസ്റ്റിന്റെ വിടുത്ത് വരുന്നത് ആ വിടുത്തിനനുസരിച്ചിട്ട് വേണം ഈ ഒരു ഫ്രിൽസും ഇട്ടെടുക്കാൻ വേണ്ടിയിട്ട്. അത് നമ്മളൊന്ന് ഫ്രിൽസ് ഇട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൽ ഫ്രിൽസ് ഇടുന്നൊന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. അത് മുമ്പത്തൊക്കെ ഫ്രോക്കൊക്കെ ചെയ്ത വീഡിയോകളിലൊക്കെ ഈ ഫ്രിൽസ് ഇടുന്നത് കാണിച്ചിട്ടുണ്ട്. അതല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ റീൽസിലെല്ലാം ഇത് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ കാണിച്ചിട്ടില്ല. ഇനി നമുക്ക് ആദ്യം ഈ യോക്ക് പാർട്ടിന്റെ സൈഡ് യോജിപ്പിച്ചെടുക്കണം. അത് യോജിപ്പിച്ചെടുക്കുന്നതിന് കൂടെ തന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. 2 സ്ട്രാപ്പ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ആ സ്ട്രാപ്പ് ഈ യോജിപ്പിച്ചെടുക്കുന്ന സമയത്ത് ഇവിടെ ആയിട്ട് വെച്ച് കൊടുക്കാം. അതും ഒരു 1/2 ഇഞ്ച് മേൽവശത്തായിട്ടാണ് വെച്ച് കൊടുക്കുന്നത്. ഈ 1/2 ഇഞ്ചിലാണ് നമ്മൾ ഇതിന്റെ സ്കേർട്ട് പാർട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് ഒരു 1/2 ഇഞ്ച് വെട്ടതിന് ശേഷം വേണം അതിന് മേലേക്കായിട്ട് ഈ സ്ട്രാപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിന്റെ സൈഡ് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഇവിടെ സൈഡൊക്കെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിന്റെ ബാക്ക് വശത്തായിട്ട് ബട്ടന്റെ ഹോൾ ഇട്ടെടുക്കണം. അതുപോലെ ബട്ടൺ സ്റ്റിച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാനിവിടെ ചെറിയ 2 ബട്ടൺസ് ആണ് എടുത്തിട്ടുള്ളത്. ബട്ടൺ ഹോൾ ഇടുന്നത് നോർമൽ ബട്ടൺ ഹോൾ ഫൂട്ടറൊന്നും യൂസ് ചെയ്യാതെ തന്നെ ആണ് ഈ ബട്ടൺ ഹോൾ ഇട്ടെടുക്കുന്നത്. അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിവിടെ മേലെ കൊടുക്കുക. ഞാനിവിടെ ബട്ടൺ ഹോളും ബട്ടൺസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനൊക്കെ വീഡിയോ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞതാണ് കേട്ടോ. അതെങ്ങനെയാണ് ബട്ടൺ ഹോളും ബട്ടൺസും ഒക്കെ നമ്മൾ മെഷീനിൽ എങ്ങനെ ചെയ്തെടുക്കാന്നൊക്കെ ഉള്ളത് മുമ്പ് ചെയ്തിട്ടുണ്ട്. അതോടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ സ്കേർട്ട് പാർട്ട് ഇതായിട്ട് യോജിപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഞാൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇത് മൂവ് ചെയ്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇവിടെ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി സ്കേർട്ട് ഭാഗം ഞാനിവിടെ 3 ലെയർ, ഏറ്റവും താഴെ കോട്ടൺ, അതിന് മേലെ സാറ്റിന്, അതിന് മേലെ ഈ നെറ്റ് ഫാബ്രിക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം ഒന്ന് ഈ റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അതിന് വേസ്റ്റിൻ്റെ പാർട്ട് 3 ലെയറോട് കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് യോക്ക് പാർട്ടുമായിട്ട് ടച്ച് ചെയ്തെടുക്കണം. നന്നായിട്ട് ഇതാ നല്ല വശങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയിട്ട് ഇതുപോലെ റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു പീസ് ഇങ്ങനെ ഫ്രിൽസ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്രോക്കിൻ്റെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഈ 2 സൈഡിൽ നിന്ന് ഒരു 1.5-2 ഇഞ്ച് ഞാൻ വിട്ട് കൊടുത്തിട്ടുണ്ട്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് ഫുള്ളായിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ ഇത്രേ കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിൻ്റെ മേലെ കൂടെ ഒരു ലേസ് കൂടെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്.